നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഏത് തരത്തിലുള്ളാവട്ടെ ഈ ഒരു ഡിസൈനിൽ നിന്ന് ഈ ഒരു ഐഫോൺ ലുക്കിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഡിസൈനിലേക്ക് നമുക്ക് വെറും 20 രൂപ 30 രൂപ ഉണ്ടെന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. Hello everyone, this is 𝐕𝐢𝐝, you're watching 𝗕𝗏𝗟𝗡. അപ്പോൾ നമ്മുടെ ഏത് മൊബൈൽ ഫോൺ ആവട്ടെ നമുക്കൊരു ഐഫോൺ എക്സിന്റെ ലുക്കിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത്രയും കുറച്ച് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മുഖാന്തരമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന സാധനമാണ്. വളരെ ചെറിയ റേറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറും 30-20 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഏത് മൊബൈൽ ഫോൺ ആവട്ടെ കുറച്ചൊരു ഐഫോൺ ലുക്കെങ്കിലും വേണം കേട്ടോ ഫ്രണ്ടൊക്കെ കാണുമ്പോൾ, എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുള്ളൂ. നമുക്ക് ബാക്ക് സൈഡ് നമുക്കൊരു ഐഫോൺ എക്സ് ലെവലിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ വേണം. അതുപോലെ തന്നെ ഇതുപോലുള്ള 2 ഷീറ്റുകൾ നമുക്ക് ആവശ്യമാണ്. ഇതൊരു സ്റ്റിക്കറാണ്. ഇതുപോലുള്ള പല തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിന്റെ പർച്ചേസ് ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പല നിറത്തിലും അതുപോലെ വലിയ ഷീറ്റും ചെറിയ ഷീറ്റും ഒക്കെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസിനനുസരിച്ച് വാങ്ങാം. ഒരു ഷീറ്റ് തന്നെ നിങ്ങൾക്ക് ഒരു 3-4 മൊബൈൽ ഫോൺ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 20 രൂപ 30 രൂപ റേഞ്ച് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാഹനത്തിനൊക്കെ നമ്മൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാറുണ്ട്, നമ്പർ പ്ലേറ്റ് ഒട്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള ഷോപ്പുകളിൽ ഇതിനൊരു ചെറിയൊരു പീസ് നിങ്ങൾ തരുമെന്ന് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിന് ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ, ഐഫോണിന്റെ ഗ്രേ കളർ ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കളർ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കളർ ഉണ്ട്. ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് വേണ്ടത് നമുക്കൊരു ഹീറ്ററാണ്. ഇത് സ്ത്രീകൾക്കുള്ള വീട്ടിൽ പലരുടെ വീട്ടിലും ഉണ്ടാവും. നമ്മൾ എയറൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൻഡിലോ അല്ലെങ്കിൽ ഒരു മാജിക് ബോക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഴുകുതിരിയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് വീഡിയോയിൽ തുടർന്ന് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് നമ്മൾ ഈ ഒരു ഹീറ്റർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് വേണ്ട ഒരു കട്ടറാണ്. നമ്മൾ ബ്ലേഡ് സാധാ ബ്ലേഡായിട്ട് യൂസ് ചെയ്യുന്ന ബ്ലേഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ട ഒരു സ്കൈലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ വീട്ടിലും വീട്ടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ്. അതിലിപ്പോൾ ഈ ഒരു സ്റ്റിക്കർ മാത്രമേ നമുക്ക് പുറമേ നിന്ന് മേടിക്കേണ്ടുള്ളൂ. അത് നിങ്ങൾ കോളേജ് വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിങ്ങിനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാഹനങ്ങളുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഷോപ്പിലുണ്ടാവും. അവിടുന്ന് ഒരു ചെറിയൊരു പീസ് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തോണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു ഫോണ്, ഇതൊരു ഇൻഫിനിക്സിൻ്റെ ഒരു ഫോണാണ്, ഇതെങ്ങനെ നമുക്കൊരു ഐഫോൺ എക്സിൻ്റെ ലുക്കിലേക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഷോപ്പുകളിൽ നിന്നാണ് ഇതുപോലുള്ള സ്റ്റിക്കർ വാങ്ങിക്കുന്നതെങ്കിൽ അവരോട് ജസ്റ്റ് ഈ ഒരു ഫോണിൻ്റെ സൈസിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഒരു ഐഫോണിൻ്റെ ലോഗോ ഒന്ന് കട്ട് ചെയ്ത് തരാൻ പറയുക. വളരെ ഷാർപ്പായിട്ട് അവർ കട്ട് ചെയ്ത് തരും. ഈ നിങ്ങൾ ഓൺലൈൻ മുഖാന്തരമാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രിൻ്ററോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഷോപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐഫോണിൻ്റെ നിങ്ങളുടെ ഫോണിൻ്റെ സൈസ് എത്രയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ആ ഏരിയ എവിടെയാണോ നിൽക്കുന്നത് അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രേ കളറിലാണ്. ഗോൾഡൻ കളറും ഉണ്ട്, രണ്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഗ്രേ കളറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇത് പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐഫോണിൻ്റെ ആ ഒരു സൈസും എൻ്റെ ഈ മൊബൈൽ ഫോൺ ആദ്യം ഞാൻ സ്കാൻ ചെയ്തു, എന്നിട്ട് അവിടെ കറക്റ്റായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഇത് പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഐഫോണിൻ്റെ ലോഗോ മാത്രം കട്ട് ചെയ്ത് എടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ട് ഈറ്റ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐഫോണിൻ്റെ ലോഗോ ഒന്ന് കട്ട് ചെയ്യാം ആദ്യം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വളരെ ഷാർപ്പായിട്ട് നല്ല കറക്റ്റായിട്ട് ആ എഡ്ജ് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. ഈ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് പലതരത്തിലുള്ള ബ്ലേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് വളരെ കറക്റ്റായിട്ട് ഐഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളോ അല്ലെങ്കിൽ ഇത് വലിയ എന്നും ഡെയിലി ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പോൾ എത്രത്തോളം കറക്റ്റായിട്ട് എത്രത്തോളം സ്മൂത്തായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഏകദേശം ഞാൻ ലോഗോ കട്ടിങ് വളരെ സ്മൂത്തായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഴപ്പമില്ലാതെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പ്ലേസ് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേസ് ചെയ്യാണ്. വളരെ കറക്റ്റായിട്ട് എവിടെയാണോ നമ്മുടെ ഐഫോണിൻ്റെ ലോഗോ നിൽക്കുന്നത് അത് സെൻറ്റർ ചെയ്തിട്ട് ആ കറക്റ്റ് നമ്മുടെ ഐഫോൺ എക്സിലൊക്കെ വരുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഏകദേശം ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ബബിൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒട്ടാത്തതിൻ്റെയും അതിൻ്റെ ഉള്ളിലായിട്ട് എയറും കാര്യങ്ങളൊക്കെ കുടുങ്ങിയതിൻ്റെയാണ്. അത് നമ്മൾ ഷേപ്പ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പ്രോഡക്റ്റ് പറഞ്ഞിട്ടില്ല. ഇതേപോലെ എന്തെങ്കിലും കാർഡ്സോ ATM കാർഡ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അതിൻ്റെ എയറും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പോകുന്നതാണ്.
ഈ ക്യാമറയുടെ ഭാഗത്തൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക, എങ്കിലേ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ, ആ ഒരു കറക്റ്റ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അടുത്തായിട്ട് ഈ കാണുന്ന എഡ്ജുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ എഡ്ജുകളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ആ ഒരു സ്മൂത്തിൽ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഈ ഒരു ഹീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഹീറ്റർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചൂടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാൻഡിലോ അല്ലെങ്കിൽ മാജിക് ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു ഹീറ്റർ ഓൺ ചെയ്തിട്ട് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും മെഴുകുതിരിയോ അല്ലെങ്കിൽ വേറെ എന്താണോ ഹീറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഓവർ ഹീറ്റ് ആവാതെ നിങ്ങളിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം എല്ലാ പ്ലേസും ഇതിൻ്റെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം പ്ലേസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഹീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും ഇവിടെയൊക്കെ നമുക്ക് ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലേസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് സ്മൂത്തായിട്ട് നിങ്ങൾ എടുക്കുക. എഡ്ജൊക്കെ നമ്മൾ സ്മൂത്തായിട്ട് ഹീറ്റർ വെച്ചുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് ചെയ്തു. ഏകദേശം നമ്മൾ ഇതിൻ്റെ എക്സ്പേർട്ടും കാര്യങ്ങളൊന്നും അല്ല, അതുകൊണ്ട് ഏകദേശമൊക്കെ ഒരു സ്മൂത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ട ഈ ബാലൻസ് വന്നിട്ടുള്ള ഈ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും, ഈ സ്ക്രീനിൻ്റെ ഭാഗത്തുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു ബ്ലേഡ് യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രീനിലുള്ള ഏകദേശം ആ ബാലൻസ് വരുന്ന സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ നമുക്കുള്ളത് ക്യാമറയുടെ ഭാഗം അടഞ്ഞു കിടക്കുകയാണ്, അതുപോലെ തന്നെ ഹോൾസ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള എഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാർഡ് യൂസ് ചെയ്തുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ ആ ഒരു എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഇൻഫിനിക്സിൻ്റെ X4 എന്ന് പറഞ്ഞിട്ടുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്ന ഒരു മൊബൈൽ ഫോണാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഐഫോൺ റെഡി. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കണ്ടില്ല കൂളായിട്ടൊരു ഐഫോൺ ലുക്കിലേക്ക് നമ്മുടെ ഏത് മൊബൈൽ ഫോണും മാറ്റാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 20 രൂപ 30 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ലുക്കിൽ. അപ്പോൾ നിങ്ങൾ ലോങ്ങിൽ നിന്നൊക്കെ കോൾ ചെയ്യുമ്പം ഐഫോൺ ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലോങ്ങിൽ നിന്ന് കാണുന്നവർക്ക് വളരെ കൂളായിട്ടൊരു സംഭവമാണ്. ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ 100% ഐഫോൺ ആയി. നിങ്ങളുടെ വാൾപേപ്പർ ഓപ്പൺ ചെയ്യാൻ നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ഐഫോണിൻ്റെ ആ ഒരു പിക്ചറും കൂടെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂം ഉണ്ടല്ലേ, ഐഫോൺ ആയി. ബാക്ക് നോക്കിക്കഴിഞ്ഞാലും ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഐഫോൺ ലുക്കിലേക്ക് മാറാം. ഇതുപോലെ നിങ്ങൾ വീട്ടിലിടുന്നുണ്ട് ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഐഫോണിന്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഐഫോൺ ലുക്ക് തന്നെ ആക്കണമെന്നില്ല, ഏത് കളേഴ്സും ഏത് സ്റ്റിക്കേഴ്സും മാറ്റ് ടൈപ്പ് ആക്കാം. അങ്ങനെയുള്ള എല്ലാ പല ഡിസൈനുകളിലെ ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റിക്കർ ഷോപ്പുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ലിങ്കിലോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഏത് തരത്തിലുള്ള ഡിസൈനും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഐഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഐഫോൺ ലുക്കിൽ ഐഫോണിന്റെ ഈ ലോഗോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റോ അല്ലെങ്കിൽ വുഡ് ടൈപ്പിലോ ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഇതേ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കേഴ്സിന്റെ കളേഴ്സോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സിന്റെ മെറ്റീരിയലോ നിങ്ങൾ ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചുറ്റുപാടുള്ള മൊബൈൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റിക്കർ ഷോപ്പുകളിലോ കൊടുത്തു കഴിഞ്ഞാലും അവർ ഇത് ഫിനിഷ്ഡ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു തരും. എമൗണ്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇനി ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലുക്കിലേക്ക് മാറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി വേണ്ട, എല്ലാം ഫാസ്റ്റ് ആയിട്ടും എല്ലാ സമയവും നമ്മൾ മൊബൈൽ ഫോണിൽ ഇരുന്നിട്ട് കാര്യമല്ലോ. ഇതുപോലുള്ള എന്തെങ്കിലും DIY ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിന് സുഖമാണ്. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ തന്നെ ഒരു വേറൊരു ഡിസൈനിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കൂളായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ലോങ്ങിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒരു ഐഫോൺ പിടിച്ചുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യുന്ന ഒരു ലുക്കിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഡിസൈനിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.